നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് സങ്കടം വരിക. ക്ഷമിക്കണേ, ശരിയാവും. 32 ജാബിർ അബ്ദുള്ളയിൽ നിന്ന് ഞങ്ങൾ വളർത്തുന്ന ഒരു ചെറിയ പെണ്ണാളുണ്ടായിരുന്നു. ഞാൻ അതിനെ അറുത്തു. അവൻ വാറിന് കുടിച്ചു. എന്നിട്ട് ചട്ടയിൽ ഞാൻ അതിനെ കഷ്ണമാക്കിയിട്ടു. കുഴച്ച മാവ് ഞാൻ നബിയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അതിൽ തുപ്പുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് നമ്മുടെ ചട്ടിയുടെ അടുത്ത് വന്ന് അതിൽ തുപ്പി. മനസ്സിലാണോ? അടുത്തത് തുപ്പൽ തീറ്റിക്കുന്നു. 1550. ആത്മാവ് പറയുന്നു, കുട്ടിയെയും കൊണ്ട് ഞാൻ തിരുമേനിയുടെ അടുക്കൽ ചെന്ന് അവനെ അവിടുത്തെ മടിയിൽ വെച്ചു. അവിടുന്ന് ഒരു ഈത്തപ്പഴം ആവശ്യപ്പെട്ടു. എന്നിട്ട് അത് ചവച്ചരച്ച് അതിന്റെ തുപ്പനീര് കുട്ടിയുടെ വായിൽ ഇട്ടിച്ചു. അങ്ങനെ അവന്റെ വായിൽ ആദ്യമായി ചെന്നത് തിരുമേനിയുടെ തുപ്പലായിരുന്നു. സുഹീഹ് ബുഖാരി അധ്യായം 4 ഹദീസ് നമ്പർ 144 പേജ് 59. ഇത് മുഹമ്മദ് തുപ്പിയ വെള്ളം കൊണ്ട് എല്ലാരും കുടിപ്പിച്ചതാണ്. അബൂ ജുഹൈൽ നിന്ന് ഒരു മധ്യാഹ്നത്തിൽ നബി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നബിക്ക് വുളു ഇനമുള്ള വെള്ളം എത്തി. അവിടുന്ന് വുളു ചെയ്തു. നബിയുടെ വുളുവിന്റെ ബാക്കി വെള്ളം ജനങ്ങളെടുത്ത് ദേഹത്ത് പുരട്ടുണ്ടായി. നബി ലുഹറും അസുറും ഈ 2 റക്കത്തായി നിസ്കരിച്ചു. നബിയുടെ മുമ്പിൽ ഒരു വടി ഉണ്ടായിരുന്നു. അബു മൂസ പറയുന്നു, നബി വെള്ളപാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അതുകൊണ്ട് മുഖവും കൈകളും കഴുകി അതിൽ തുപ്പുകയും ചെയ്തു. എന്നിട്ട് അവരോട് അതിൽ നിന്ന് കുടിക്കാനും മുഖത്തും നെഞ്ചത്ത് കുഴിക്കാനും പറഞ്ഞു. ഓക്കെ, അപ്പൊ അച്ഛൻ എപ്പോഴാണ് റൂം എന്ത് ചെയ്യേണ്ട? റീപ്ലൈ ഓഫ് 5 മിനിറ്റ് പെട്ടെന്ന്. അപ്പൊ നമുക്ക് 9ഉം 10ഉം അപ്പം 8 വിഷയത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. 9ഉം 10ഉം ഒരുമിച്ച് പറഞ്ഞേക്കാം. വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ അടിമകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന അടിമകളും കൊടുക്കണം. അടുത്തത് കൊല്ലുന്ന ജീവിയോട് കരുണ കാണിക്കണം. ഈ 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ കൗണ്ടർ ചെയ്തോളൂ. അല്ല, എന്താണ് കൊല്ലുന്ന ജീവിയോട് കരുണ കാണിക്കുന്നത്? മനസ്സിലാക്കുന്നത് കഴുത്തറത്ത് കരുണ കാണിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്താണ് അതിനെ ഉദ്ദേശിച്ചത്? അദ്ദേഹം ഉദ്ദേശിച്ചത് ചിലപ്പോൾ നമ്മളെ കോഴിക്കൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുമല്ലോ, അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ഇതിനൊന്നും റെഫറൻസ് ഇല്ല. അപ്പൊ അദ്ദേഹം പോവില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ ഈ 20 ലക്ഷം രൂപ ടോസ്റ്റ് ബ്രദറിനെ അടിച്ചിരിക്കുന്നു. തിരിച്ച് അല്ലല്ല, ഞങ്ങൾക്ക് ഇതെല്ലാവരും പരിപാടിയാണ്. 10 വയസ്സിന് പോകത്തില്ലാന്ന് ഉറപ്പിറങ്ങി എല്ലാവരും എന്നിട്ട് പറയും 10 ലക്ഷം രൂപ ഞാൻ ഇട്ടിരിക്കുന്നു. പ്രവാചകന്റെ മാതൃകകൾ പറഞ്ഞ് പ്രവാചകന്റെ ജീവിതത്തിലെ മാതൃകകൾ കണ്ടെത്തി ന്യായീകരിച്ച് പെയിന്റ് അടിച്ച് വ്യാഖ്യാനിച്ച് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തീരും. നമ്മൾ റെഫറൻസുകളല്ലേ പറയുന്നത്? ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, ഖുർആനിൻ്റെ ഹദീസ്, ഇതൊക്കെ വെച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. ഇസ്ലാമിക് ക്ലാസ് റൂം ദയവായിട്ട് ഒന്നുകൂടി ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ആ ഗ്രന്ഥങ്ങളുടെ ആധികാരികതയും പഠിച്ചിട്ട് വരിക. ഖുർആൻ പ്രവാചകൻ ഇറങ്ങിയതാണ് എന്ന് പറയുന്ന നിങ്ങൾ ഈ ഖുർആൻ പ്രവാചകൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ആധികാരികത നിങ്ങൾ പരിശോധിക്കണം. പ്രവാചകനും മരിച്ച, അബൂബക്കറും മരിച്ചു, ഉമറും മരിച്ചു, ഉസ്മാന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കുന്ന ഖുർആൻ ഓരോരുത്തരും മനഃപ്പാഠമാക്കി വെച്ചിരുന്നതല്ലേ ഉണ്ടായിരുന്നത്? നമ്മൾ 5 വർഷം മുമ്പ് മനഃപ്പാഠമാക്കിയ പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോ? എന്നാലോചിച്ച് നോക്കിയേ. നമ്മളൊരു കാര്യം കേട്ടു, മറ്റൊരിടത്ത് പറയുമ്പോൾ അതുപോലെ തന്നെ കിട്ടുമോ? വ്യത്യാസം ഉണ്ടാവില്ലേ? നമ്മൾ ലേഖനം എഴുതി, അതേപോലെ തന്നെ ഒരിക്കൽ കൂടി എഴുതാൻ ശ്രമിച്ചാൽ പറ്റുമോ? കറി വെക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കി, ഇന്ന് നല്ല ടേസ്റ്റിൽ കറി വെച്ചു, അത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് അടുത്ത ദിവസം അതേപോലെ കറി വെക്കാൻ ശ്രമിച്ചാൽ പറ്റത്തില്ല. ഇനി ഒരേ ഇൻഗ്രീഡിയൻസ്, മീനോ ഇറച്ചിയോ അതല്ലെങ്കിൽ പച്ചക്കറിയോ, ഒരു 5 സ്ത്രീകളെ നിരത്തി നിർത്തിയിട്ട് 5 സ്ത്രീകൾക്കും കൊടുക്ക്. 5 പേരും അത് വെച്ചിട്ടുണ്ടാക്കട്ടെ, 5 ടേസ്റ്റ് ആയിരിക്കും. ഒരാളും ഉണ്ടാക്കുന്നത് ഒരുപോലെ വരില്ല. അപ്പോൾ ഇവർ മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്നത് എല്ലാം സ്വരൂപിച്ച് ഒരു ഗ്രന്ഥത്തിലാക്കുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് കുറ്റമറ്റതായിരിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഗ്രന്ഥങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് വരിക. അല്ല, ഈ സൽമയ്ക്ക് 1 മണിക്കൂർ കേട്ടിട്ടും കളിയാക്കിയെന്നാണോ തോന്നിയത്? ആണോ? എടി പെണ്ണെ, നമ്മുടെ പുസ്തകത്തിലുള്ളതാണിത്. ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് ഈ ഹദീസുകളൊക്കെ. ഖുർആൻ കൊണ്ട് മാത്രം ഖുർആനിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അതിനാണ് ഹദീസുകൾ. ആ ഹദീസുകളുടെ റെഫറൻസ് അടക്കമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ആ ഹദീസ് ആ റെഫറൻസിൽ ഇല്ല എന്ന് സമർത്ഥിക്കണം, അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളില്ല, ഇത് ശരിയല്ല എന്ന് സമർത്ഥിക്കണം. ഇത് രണ്ടും പറ്റാതെ വരുമ്പോൾ അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് മറുപടികളില്ല. കാരണം നിങ്ങൾക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിയില്ല, ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ല.
ഖുർആാനോ ഹദീസോ ഒന്നും, ഈ പറയുന്ന ഹദീസുകളൊന്നും നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല, എന്നാൽ പിന്നെ മിണ്ടാതെങ്കിലും ഇരിക്കുക. മാസ്റ്റർ ടെക്കിന്റെ ഉമ്മ ബെട്ടിയാണോടാ പൈസ ഉണ്ടാക്കുന്നത്? ആണോ? ആ പണി തന്നെയാണോ നിന്റെ പെങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത്, നിന്റെ മോളും? ബെട്ടി പൈസ ആക്കുക എന്ന്. കൊള്ളാം. ബെട്ടി പൈസ ഉണ്ടാക്കിയവന്റെ മോനാണെങ്കിലും മോളാണെങ്കിലും ശരി. ഇവരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ടൈം ഇവരിങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കും, ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. എത്ര തന്നെ പറഞ്ഞാലും ശരി, ഇവരുടെ തലയിലേക്ക് കയറില്ല. കയറാത്തതിനും കാരണമുണ്ട്. 3-3.5 വയസ്സ് മുതൽ മദ്രസ ബുദ്ധിയല്ലേ, ഈ മദ്രസ ആശയങ്ങളല്ലേ ഇവരുടെ തലച്ചോറിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരെങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ പറയുന്നത്. കാരണം ഇവർ ചെറിയ പ്രായം മുതൽ ഒരു കാര്യം കേട്ടു, ഇതാണ് ശരി, ഇതാണ് ശരി, ഇതാണ് ശരി, ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. പിന്നെ പെട്ടെന്നൊരു ദിവസം അതല്ല ശരി എന്ന് പറഞ്ഞാൽ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? കാരണം മദ്രസ ബുദ്ധിയേ ഉള്ളൂ ഇവർക്കൊരു പ്രാഥമികമായിട്ടൊരു മര്യാദയോ ഒരു കോമൺ സെൻസോ ഒന്നുമില്ല. അടുത്തത് ക്ലാസ് റൂം വന്നേക്കാണ്. നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. വിശുദ്ധ ഖുർആൻ ശരിക്കും കേട്ട് മനം പഠിച്ചിട്ടുള്ള സ്വഹാബിയാണ് അത് 2 ചട്ടക്കൂട്ടിലായി നിർമ്മിക്കുന്നത്. അപ്പോൾ പിന്നെ മുത്തുനബിയും സ്വഹാബി നിലവിൽ പോലുള്ള ഖുർആനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ക്ലാസ് റൂമിൽ നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? വെച്ചേ പറയണത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഈ ഗ്രന്ഥം പ്രവാചകൻ ഇറങ്ങിയതാണ്. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ അത് ക്രോഡീകരിക്കുകയും പ്രവാചകനെ അത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഏത് സാഹചര്യത്തിൽ എനിക്ക് ഇറങ്ങി ഇതിന് കുറ്റമറ്റതാണോ, ഇതിനെന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് മനസ്സിലാകൂ. ഖുർആന്റെ ക്രോഡീകരണം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത് ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളെയൊക്കെ ഉസ്മാന്റെ കാലഘട്ടത്തിൽ ഒരുമിച്ച് വിളിക്കുന്നു. ഖുർആൻ അറിയാമോ? അതെ. നിനക്കറിയാമോ? അതെ. നിനക്കറിയാമോ? അതെ. നീ നബിയിൽ നിന്നത് കേട്ടിട്ടുണ്ടോ? ഓക്കെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ. എനിക്ക് തോന്നുന്നതല്ല ഞാൻ പറഞ്ഞ. ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിക് ക്ലാസ് റൂം നിങ്ങൾ ഈ പേരിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല. ഖുർആൻ ക്രോഡീകരണം നിങ്ങൾ ഇന്ന് തന്നെ പോയിരുന്നൊന്ന് പഠിക്കും. ഓരോരുത്തരും അവനവന് തോന്നിയത് വിളിച്ചു പറഞ്ഞു, അത് എഴുതി വെച്ചു. അതുകൊണ്ടാണ് ആവർത്തനങ്ങൾ വന്നത്. ആദം നബിയുടെ കഥ എത്ര അധ്യായങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഈസാ നബിയുടെയും മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും കഥ 10-15 ഇടത്ത് ഇങ്ങനെ ആവർത്തിച്ചേക്കുക. എന്തിന്? അവരും പറഞ്ഞു, ഇവരും പറഞ്ഞു, മറ്റവരും പറഞ്ഞു, ഒക്കെ അങ്ങ് എഴുതി വെച്ചു. ഈ ആവർത്തനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഇന്നത്തെ ഗ്രന്ഥത്തിന്റെ 1/3 കാണൂ ഖുർആൻ. ശരിക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ എനിക്ക് വിളിച്ചു പറയാൻ പറ്റൂ ഒരു മത കിതാബിനെ കുറിച്ച്, മതഗ്രന്ഥത്തെ കുറിച്ച്. വെറുതെ വിളിച്ചു പറയുന്നതല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വീണ്ടും ഞാൻ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? മറ്റുള്ളവർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടല്ലോ, അത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ആദ്യം നിങ്ങൾ ഈ മദ്രസ ബുദ്ധി എടുത്തു മാറ്റി. ഇവർ പറയുന്നത് ഖുർആനിൽ ഹദീസിലുണ്ടോ? നബിയെക്കുറിച്ച് ഹദീസിൽ അങ്ങനെയുണ്ടോ? നബി കള്ളുകൂടിയനാണെന്ന്, നബി കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയുണ്ടോ? നബി ഭാര്യമാരോട് നീതി പുലർത്തിയിട്ടില്ല എന്ന് അങ്ങനെയുണ്ടോ? അയൽവാസികളോട് ഇത്രയും മോശമായിട്ട് പെരുമാറാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അത് അന്വേഷിക്കാം. അപ്പോൾ ഖുർആനും കണ്ടിട്ടില്ല, ഹദീസും കണ്ടിട്ടില്ല, സ്വന്തം ഭാഷയിൽ ഒരിക്കൽ പോലും അതൊന്ന് വായിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരോട് നമ്മൾ ഹദീസ് എന്ന് പറഞ്ഞാലും ഖുർആൻ വ്യാഖ്യാനം എന്ന് പറഞ്ഞാലും ഇവരുടെ തലക്കേറത്തില്ല. 3 വയസ്സ് മുതൽ എന്താണോ കേട്ടത് അത് തന്നെ മനസ്സിലാക്കും. പീഡിപ്പിക്കുന്ന ഉസ്താദുമാരെ കുറിച്ച് പോലും എതിരായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കും എന്ന് പറയുന്ന ടീമാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.